ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരഭിപ്രായം. ഞാൻ പറയുന്നതാണ് ശരി എന്നല്ല, എൻ്റെ ഒരഭിപ്രായം. ചിലപ്പം ശരിയാകാം, തെറ്റാകാം. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടാകുമല്ലോ. എല്ലാം കറക്റ്റ് ആവണം എന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഇത് തന്നെയാണ് ശരി, അങ്ങനെയല്ല. നമ്മളുടെ കേരളത്തിൻ്റെ എലക്ഷൻ കഴിഞ്ഞു. ഇപ്പം നിയമസഭയുടെ എലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയെന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള വലിയൊരു ചർച്ച, നീണ്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിലവിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വരെയും ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 3 കാൻഡിഡേറ്റ്സും, അതായത് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ എന്നീ 3 കാൻഡിഡേറ്റ്സാണ് അവസാനമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ നിൽക്കുന്നത്. ശരിക്കും ഈ കോൺഗ്രസ് പാർട്ടീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല ലീഡേഴ്സ്, ഇവർ 3 പേര് മാത്രമല്ല, ഒരുപാട് ലീഡേഴ്സ് നല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യമായിട്ടുള്ള നല്ല കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഈവൻ എം.പിമാരായ ശശി തരൂരായാലും അങ്ങനെ ഒരുപാട് കേരളത്തിൻ്റെ CM ആവാൻ യോഗ്യതയുള്ള ആളുകളുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ കൂടുതൽ MLA സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കെ.സി. വേണുഗോപാൽ എന്ന വ്യക്തിയാണ്. കെ.സി. വേണുഗോപാലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ പിന്നെ വരുന്നത് അടുത്തൊരു 6 മാസം കഴിയുമ്പം ഒരു നിയമസഭാ ഇലക്ഷൻ വരും. പിന്നെ അഥവാ പുള്ളി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാർലമെൻറ്റിൽ വേറൊരു ഇലക്ഷൻ, അങ്ങനെ 2 ഇലക്ഷൻ വരും. അതെന്ന് വെച്ചാൽ ഒരു ഇലക്ഷൻ തന്നെ എത്രമാത്രം രൂപയാണ് ചിലവഴിക്കുന്നത്. ഇനിയും 2 ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഒരു ഭീമമായ തുക പിന്നെ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് ബാധ്യതയാകും. ജനാധിപത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യമാണ് ഓക്കെ, പക്ഷേ വീണ്ടും ജനങ്ങൾക്ക് ഭാരമാകുന്ന ഒരു രീതിയിൽ ഇത് വരുന്നത് ശരിയല്ല. ഉറപ്പായിട്ടും കെ.സി. വേണുഗോപാലിന് അർഹതയില്ല എന്നൊന്നും പറയുന്നില്ല, മുഖ്യമന്ത്രിയാവാനുള്ള യോഗ്യതയുണ്ട്. അത് കെ.സി. വേണുഗോപാലിന് മാത്രമല്ല, ആ കോൺഗ്രസിൻ്റെ ഒരുപാട് ലീഡേഴ്സിന്, കെ മുരളീധരൻ ഒക്കെ തന്നെ നല്ല ശക്തമായ ഒരു CM ആവാനുള്ള പവറുള്ള നേതാക്കന്മാർ തന്നെയാണ്. പക്ഷേ ചിലപ്പോഴും ചിലർക്ക് മാത്രമേ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. കഴിവുണ്ടെങ്കിലും ഇവൻ ശശി തരൂർ എന്ന് പറയുന്നത് ഇനി ഒരു പ്രൈം മിനിസ്റ്റർ ആവാനുള്ള ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആവാൻ യോഗ്യതയുള്ള ഒരു കാലിബറുള്ള വ്യക്തിയാണ്. പക്ഷേ പുള്ളിക്ക് ഒരുപക്ഷെ പുള്ളി ഒരു BJPയിലായിരുന്നെങ്കിൽ പുള്ളിക്ക് എത്രമാത്രം പവേഴ്സ് അല്ലെങ്കിൽ എത്രമാത്രം അധികാരം കിട്ടും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കാത്തതാണല്ലോ ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ് തന്നെ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇന്നൊരു പൊളിറ്റിക്കൽ പാർട്ടീനെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. ഞാനൊരു എനിക്ക് എൻ്റേതായ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ശരിക്കും കെ.സി. വേണുഗോപാൽ എന്ന വ്യക്തി ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് എനിക്ക് കെ.സി. വേണുഗോപാലിനെ അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. അങ്ങനെ ആവേണ്ടെന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പിന്നെയും ആൾക്കാർക്ക് ബാധ്യതയാവും എന്നുള്ളത് കൊണ്ട്. പിന്നെ നമുക്കറിയില്ല, നമ്മളെപ്പോഴും സ്റ്റേജിന് പുറത്തുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. നമ്മൾ ഈ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പുറമേ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഉള്ളിൽ ചിലപ്പോൾ എന്താണ് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ പുറമേ കാണുന്നത് നമ്മൾ ജഡ്ജ് ചെയ്യുന്നു, പക്ഷേ അതറിയില്ല. പക്ഷേ ഇനിയൊരു ഇലക്ഷൻ 2 ഇലക്ഷൻ കൂടെ താങ്ങാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു വീഡിയോ ആരെങ്കിലും കാണും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പിന്നെ വരുന്ന 2 കാൻഡിഡേറ്റ്സ്, അതായത് 2 പേരാണ് രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും. ഇതിൽ 2 പേർക്കും നല്ല കഴിവുള്ളവർ തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ 2 പേരിൽ എനിക്ക് കുറച്ചും കൂടെ താല്പര്യം, എൻ്റെ അഭിപ്രായമാണ്. എല്ലാവരും വി.ഡി. സതീശനെയൊക്കെ പറയും. പക്ഷേ എനിക്ക് വ്യക്തിപരമായി എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യം, എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല
CM ആവണം എന്നുള്ളതാണ്. കാരണം ഒരു കോംപ്രമൈസ് ആവണമെങ്കിൽ രമേശ് ചെന്നിത്തലയാലാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രമേശ് ചെന്നിത്തലയാകുമ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ഈവൻ ആൾക്കാർക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ഭരണ പരിചയമുണ്ട്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്, നല്ലൊരു ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിന് എല്ലാവരോടും ഒരു നല്ല രീതിയിൽ ഇടപെടാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു CM ആണെങ്കിൽ ആൾക്കാരും അധികം ഒരു പ്രശ്നമൊന്നും പറയത്തില്ല. അദ്ദേഹം നിയമസഭയിൽ തന്നെ നിന്ന് വിജയിച്ച വ്യക്തിയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് CM ആയാൽ അതാണ് കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ. VD സതീശനും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ VD സതീശൻ ഇപ്പോൾ ഒരു ആഭ്യന്തരമന്ത്രിയാവുക, എന്നിട്ട് അടുത്ത വർഷം പിന്നെ നല്ല രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നല്ല രീതിയിൽ ഭരിച്ചാൽ, എല്ലാവരും ഒരു ഒരുമയോടെ ഭരിച്ചാൽ ആര് CM ആകുന്നു എന്നുള്ളതൊന്നും അല്ല, നല്ലൊരു മികച്ച ഭരണം കാഴ്ചവെക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു അധികാരം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കാതെ. ഇപ്പം പിണറായി മന്ത്രിസഭയിൽ അല്ലെങ്കിൽ പിണറായിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ അധികാരം ഒറ്റ ഒരാളിലേക്ക് ആയതുകൊണ്ടാണ്, ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് അവസാനം വന്നതുകൊണ്ടാണ് ഇത്ര പരാജയം LDF വരുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും LDF ഒന്നും ഇത്ര ഒരു പരാജയം വരത്തില്ല. കാരണം ശരിക്കും ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് ഈ ഒരു ഭരണം എത്തിയത് കൊണ്ടാണ് ഈ ഒരു തോൽവി വന്നത്. അപ്പം അതേസമയം എല്ലാവരും ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ, അപ്പോൾ നല്ലൊരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ ഒരുമിച്ച് നിന്ന് അടുത്തൊരു ടേമിലും വിജയിക്കാൻ പറ്റും. അന്നേരം നമുക്ക് VD സതീശനെ മുഖ്യമന്ത്രി ആക്കാമെന്നുള്ളതാണ്. എല്ലാവർക്കും അധികാരം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം അത്രയും സീനിയറായിട്ടൊരാൾ, അത്രയും അനുഭവ പരിജ്ഞാനമുണ്ട്, ഒരു പക്വത രമേശ് ചെന്നിത്തലയുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നമുക്ക് കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കിലായാലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലായാലും അദ്ദേഹത്തിൻ്റെ ഒരു പക്വത അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ഒരുപാട് നല്ലതാണ്. പക്ഷേ VD സതീശനെ സംബന്ധിച്ച് നല്ല അനുഭവം, നല്ല ജ്ഞാനം, നല്ല നോളജൊക്കെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ക്ഷിപ്രകോപം, ക്ഷിപ്രപ്രസാദം എന്നൊക്കെ പറയത്തില്ല, ദുർവാസാവിനെ കുറിച്ച് പറയത്തില്ല, ദുർവാസാവ് മഹർഷി ക്ഷിപ്രകോപവും ക്ഷിപ്രപ്രസാദം എന്നുള്ളതുപോലെ അത് അങ്ങനെ ഒരു പെട്ടെന്നൊരു എടുത്തു ചാടുന്നൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ അതിന് ഇച്ചിരി ഒരു പക്വത വരണം, ഒരു പാകത വരണം. ഒരു 5 വർഷം ഒരു മന്ത്രിസ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ ഇതുവരെ അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനത്ത് ഇരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ അനുഭവക്കുറവുണ്ട്. അപ്പം പെട്ടെന്ന് ഒരാൾ മന്ത്രി ആകുമ്പോഴത്തേക്ക് വേറൊരു പിന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം അർഹമായിട്ട് കിട്ടാതിരുന്നതാണ് അത് അവിടെ അന്നേരത്തെ. പക്ഷേ എങ്കിലും ഒരു മന്ത്രിയായിട്ട് ഇരുന്നിട്ട് ഒരു ഫയലൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയും, അപ്പോൾ അതിനും ഒരു അനുഭവം വേണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു 5 വർഷം ഏകദേശം അങ്ങനെയുള്ള കാരണങ്ങൾ, ഒരു ഭരണപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അടുത്തൊരു 5 വർഷത്തേക്ക് മുഖ്യമന്ത്രി ആകുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇതുപോലെ അഭിപ്രായം ഉള്ളവരുണ്ടാകാം. ചിലപ്പോൾ എല്ലാവർക്കും VD സതീശൻ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും, വേണുഗോപാൽ ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും, രമേശ് ചെന്നിത്തല ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. എല്ലാവർക്കും അവരുടേതായ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ചെറിയൊരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറേ വീഡിയോസ്, ഏകദേശം ഇന്ന് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ 19ാമത്തെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. ഞാൻ വളരെ ഫോർമലായിട്ട് വളരെ വടിവത്ത ഭാഷയിലൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. എൻ്റേതായ രീതിയിൽ, എൻ്റേതായ ശൈലിയിൽ, പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നല്ല സെറ്റപ്പിലൊന്നുമല്ല. എൻ്റെ ഒരു ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്ത്, വലിയ എഡിറ്റിംഗ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഈ ചാനൽ നല്ല രീതിയിൽ വരികയൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റേതായ രീതിയിലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻട്രോ വീഡിയോസൊക്കെ നിങ്ങൾ കുറച്ച് കേട്ടാൽ എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഒരു ജോണർ ഇതല്ല. ഞാൻ ഒരിക്കലും ഒരു പൊളിറ്റിക്സ് വീഡിയോസ് കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ തൽക്കാലം ഇഷ്ടപ്പെടുന്നില്ല, എനിക്കറിയില്ല. എന്തായാലും ആ ഒരു ജോണറല്ല എൻ്റേത്. എങ്കിലും ഇപ്പോഴത്തെ ഒരു കാര്യത്തിൽ എൻ്റേതായ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ആരെയും ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമല്ല ഈ ഒരു വീഡിയോയിലൂടെ
ഇപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു. എനിക്കറിയാം നിങ്ങൾ ഒരു പക്ഷേ ആരെങ്കിലും വീഡിയോ കേൾക്കുമ്പം ചിലപ്പം ചിലരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അവർക്ക് വിഷമം ഉണ്ടാവായിരിക്കും. അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പം അവർക്ക് വിഷമം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ശരിക്കും ജെന്യുവിനായിട്ടുള്ളത് ആരായാലും നല്ലൊരു മുഖ്യമന്ത്രി ആവണം, നല്ലൊരു ഭരണം കാഴ്ചവെക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം, ആഗ്രഹം. കഴിവുള്ളവർ വരണം എന്ന് തന്നെയാണ്. പക്ഷേ എൻ്റേതായ ഒരു അഭിപ്രായം ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു ഓൾ.